പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ശുശ്രൂഷയിൽ എനിക്ക് ശുശ്രൂഷയെക്കുറിച്ചുള്ള പരിചയമോ അറിവോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാൻ ആയിരുന്ന സഭ നിയോഗിച്ച ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പുറപ്പെട്ടു ചെന്നപ്പോൾ എനിക്ക് ഞാൻ അവിടുന്ന് വാഹനത്തിൽ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണം. ഞാൻ എന്നെ നിയോഗിച്ച ആ സ്ഥലത്തെത്തണമെങ്കിൽ. അപ്പോഴവിടെ എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു ജീവിത സാഹചര്യമായിരുന്നു അവിടുത്തെ. പ്രത്യേകിച്ച് അവിടെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഭാഷ എനിക്ക് അത്രയും വലിയ വശമില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തത് അവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അവിടെ എനിക്ക് ആദ്യം പരിചയങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ ധാരാളം സമയം ദൈവവചനം വായിക്കാനും വ്യക്തിപരമായ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു ജീവിത പശ്ചാത്തലം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മാറിയിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായ നന്മകളുടെ ആഗ്രഹം നമ്മുടെ അകത്ത് ഒരിക്കലും നമ്മളെ പിടിച്ചു വെക്കത്തില്ല. നമുക്ക് തൃപ്തി വരുന്ന ഒരു അവസ്ഥയുണ്ടോ? ഒന്ന്. രണ്ട്, ചുറ്റുപാടുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന പല കാര്യങ്ങളും ചുറ്റുപാട് നടന്നേക്കാം. പക്ഷെ അതിനൊന്നും നമ്മളെ പുറകോട്ട് വലിക്കാൻ കഴിയത്തില്ല. പകരമായി മുന്നോട്ട് നമ്മളെ തള്ളിവിടും. കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു സന്തോഷം നമ്മുടെ അകത്ത്. അത് ലഭ്യമാകുന്നത് നമ്മൾ എത്രത്തോളം ഈ ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നു. അതായത് കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. നമുക്ക് നമ്മളെ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മളോട് ഇങ്ങനെയാണ് ഉറപ്പിക്കുന്നത്. റോമാലേഖനം 8:28. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അതപ്പോ നമ്മുടെ ജീവിതത്തിൽ അവിടെ ഒരു ചെറിയ ചോദ്യം ഉണ്ടാകും. ചെറിയ ചോദ്യമല്ല, ഒരു വലിയ ചോദ്യം. എനിക്ക് ദൈവത്തെ വേണ്ട പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ ഒരു ചിന്ത, കുറ്റബോധം നമ്മളെ വാഴുന്നത്. നമുക്കറിയാം, പത്രോസിന്റെ അടുക്കൽ യേശു വന്നിട്ട് ചോദിച്ചു. പത്രോസിന്റെ അടുക്കൽ യേശു വന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് പത്രോസിന്റെ അടുക്കൽ വന്നവനായ യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ച ചോദ്യം, പത്രോസെ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? 15-ാം വാക്യം. അപ്പൊ പത്രോസ് പറഞ്ഞത്, ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത് ചോദിച്ചു, അപ്പോഴും അതിന് മറുപടിയായിട്ട് ഞാൻ സ്നേഹിക്കുന്നു കർത്താവ്. മൂന്നാമതും ആ ചോദ്യം ആവർത്തിച്ചപ്പോ പത്രോസിന്റെ അകത്ത് ദുഃഖമുണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ അവിടെ പത്രോസ് തള്ളിപ്പറഞ്ഞ പത്രോസാണ്. യേശു അഭിസംബോധന ചെയ്തപ്പോ രണ്ടുപേരെയാ സാത്താൻ എന്ന് പറയുന്നത്. ഒന്ന് യൂദാസിനെ, ഒരുത്തൻ സാത്താൻ ആകുന്നു എന്ന് പറയുന്നു. എന്നാൽ പത്രോസിനെ, ഞാൻ നിങ്ങളിൽ 12 പേരെ തിരഞ്ഞെടുത്തു, അതിൽ ഒരുവൻ പിശാചാകുന്നു എന്ന് പറയുന്നുണ്ട് കർത്താവ് ഒരു സ്ഥലത്ത്. എന്നാൽ ഇവിടെ പത്രോസിനെ കുറിച്ച് കർത്താവ്
പറഞ്ഞത്, എന്നെ വിട്ടു പോ സാത്താന, നീ മനുഷ്യനുള്ളത് മാത്രം അന്വേഷിക്കും, ദൈവത്തിലുള്ളതല്ല അന്വേഷിക്കുന്നത്. പത്രോസിനെ ശാസിച്ച ദൈവം യേശു കർത്താവ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സാത്താനെന്ന് വിളി കേട്ട പത്രോസ്, കർത്താവ് കാല് കഴുകാനായിട്ട് വന്നപ്പോ എന്നെ കാല് കഴുകരുത് എന്ന് ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിയാതെ തടസ്സം നിന്നവനാകുന്നു. യേശുവിനെ പിടിക്കാനായിട്ട് അവർ വന്നപ്പോ, ചേവർ വന്നപ്പോ, അവിടുത്തെ പുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടിക്കളഞ്ഞവനായ പത്രോസ് 3 വട്ടം യേശുവിനെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞിട്ട് ഓടിപ്പോയ പത്രോസ്. എന്നിട്ട് അതേ പത്രോസ് ഈ ശിഷ്യന്മാര് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. കർത്താവിന് വേണ്ടി നിൽക്കണോ, തിരിച്ചു പോണോ? അവർക്കൊരു കൺഫ്യൂഷനാണ്, അവർക്കൊരു ഉറപ്പൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരെ തിരിച്ചു വലിച്ച് പിന്നെയും പഴയ മീൻപിടുത്തത്തിലേക്ക് കൊണ്ടുപോയ പത്രോസ്, ആ പത്രോസ് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളും സ്നേഹിക്കുന്നു എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയത്തില്ലേ? നമുക്ക് പറയാമല്ലോ. ഇത്രയും കാര്യം ചെയ്ത പത്രോസ് പറയുക, ഞാൻ സ്നേഹിക്കുന്നു. അവിടെ എങ്ങനെയാ ആ വാക്കും പത്രോസിന്റെ ജീവിതവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഞാൻ അങ്ങ് തള്ളിപ്പറഞ്ഞത് ശരിയാ, ഞാൻ ഈ മീൻ പിടിക്കാൻ പോയത് ശരിയാ, പിന്നെ ഇതെല്ലാം കൂടി ഇട്ടേച്ച്, ഈ പണിയെല്ലാം ഇട്ടേച്ച് മനുഷ്യരെ പിടിക്കുമെന്ന് ആക്കുമെന്ന് എന്നോട് പറഞ്ഞതൊക്കെ ശരിയാ, ഇതൊക്കെ ശരിയാ. പക്ഷേ ആ ജീവിത അനുഭവങ്ങളെ, കഴിഞ്ഞ 3.5 വർഷം അങ്ങയുടെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടതാ. മറുരൂപ മലയിൽ വെച്ച് അങ്ങയുടെ തേജോമയമായ അങ്ങയുടെ മഹത്വത്തെ കണ്ടവനാ ഞാൻ. യായൂറൂസിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങ് വേർപ്പ് തുള്ളി രക്തക്കണങ്ങളായി വീഴിച്ച് ഗതശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്രയും അത്ഭുതങ്ങൾ കണ്ട് ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോയി, വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോയി. അത്രയും അത്ഭുതങ്ങൾ കണ്ട ഞാൻ അങ്ങേ തള്ളി പറഞ്ഞു. പെട്ടെന്നൊരു ആവേശത്തിന് മഹാപുരോഹിതന്റെ ദാസനെയൊക്കെ കാത് വെട്ടുമൊക്കെ ചെയ്ത ആളാ. പക്ഷെ ഞാൻ മീൻ പിടിക്കാൻ ഞാൻ വീണ്ടും പോയി, അങ്ങേ തള്ളി പറഞ്ഞു. പക്ഷെ കർത്താവേ, അങ്ങേക്ക് ഒരു കാര്യം അറിയാം, ഞാൻ പലപ്പോഴും അപ്പോഴപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രതികരിക്കുന്നവന്, പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്, അങ്ങ് പറഞ്ഞ, അങ്ങൊന്ന് വിളിച്ച, ഞാനിപ്പോഴും ഹല്ലേലൂയ അങ്ങ് പറയുന്ന എന്തും അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അവിടെ പത്രോസിന്റെ അകത്ത് സ്നേഹമെന്ന് പറയുന്നത്, പത്രോസിന്റെ ജീവിതത്തിലുള്ള ഓരോ സംഭവങ്ങളെ ഓരോന്നോരോന്നായിട്ട് കണ്ട് പത്രോസിന് സ്നേഹമുണ്ട്, പത്രോസിന് സ്നേഹമില്ല എന്ന കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റില്ല. പത്രോസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള കർത്താവോടുള്ള സ്നേഹം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ഇവിടം കൊണ്ട് മീൻപിടുത്തം അവസാനിപ്പിച്ചു, കർത്താവിനോട് നിൽക്കാൻ തുടങ്ങി. സ്വർഗാരോഹണ സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്ന 11 ശിഷ്യന്മാർ ഉൾപ്പെടുന്ന കൂട്ടത്തിന്റെ കൂടെ തലവനായിട്ട് പത്രോസ് ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒഴിവായി പോയവനായ യൂദാസിന് പകരം അടുത്തൊരാളെ തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം വഹിച്ചത് പത്രോസ്. പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ് നാളിൽ ആദ്യത്തെ ദിവസം ഒരു വലിയ സന്ദേശം വിളിച്ചു പറഞ്ഞു ഏകദേശം 3000-ഓളം ആളുകളെ ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിലേക്ക്, പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുവരാനായിട്ട് എഴുന്നേറ്റ് നിന്ന വ്യക്തി, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി പത്രോസാണ്. അപ്പൊ അവിടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു കർത്താവേ എന്ന് പറയുന്ന വാക്കല്ല, അങ്ങനെ അറിയുന്നപ്പോ അങ്ങേക്ക് എൻ്റെ ഹൃദയം അറിയാം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രവർത്തികൾക്കും അപ്പുറമായി നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്.
അതെ, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തില് വചനം പറയുന്ന ഒരു കാര്യം, 3-ാം വാക്യം, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് അവനെ അറിയാം. അവന്റെ പെരുമാറ്റവും സംസാരവും ഇടപെടലുകളും ഒക്കെ കണ്ടിട്ട് വിധിച്ചു ദൂരെ കളയുന്നവനല്ല, അവന്റെ ഹൃദയം അറിയുന്നവനാണ് ഈ ദൈവം. യെസ്, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നവൻ. അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തെറ്റുകളും കുറവുകളും ഒക്കെ സംഭവിച്ച വ്യക്തിയും ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിക്കായിരിക്കാം ഒരു പക്ഷെ. പക്ഷെ നിങ്ങൾ കുറ്റബോധം കൊണ്ട് അവനിൽ നിന്ന് ദൂരെ പോകാനായിട്ട് അതൊരു കാരണമായിട്ട് കാണരുത്, എടുക്കരുത്. കാരണം നിങ്ങൾ തള്ളി പറഞ്ഞപ്പോഴും കർത്താവ് നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മനോഭാവമാണ് നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞാൽ ദൈവം നമ്മളെ തള്ളി പറയും. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മളെ അന്വേഷിക്കും. ബൈബിളുള്ള കാര്യമാണത്, ശരിയാ. പക്ഷെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ പാപത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനും ശാപത്തിനും രോഗത്തിനും ദാരിദ്ര്യത്തിനും ഒക്കെ വേണ്ടി വിട്ടുകൊടുത്തെങ്കിൽ, തന്നെങ്കിൽ, അവനെ തന്നതിൻ്റെ കൂടെ സകലതും നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഇനി എന്തെങ്കിലും ഒരു അത്ഭുതത്തിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തിയോ കാര്യങ്ങളോ നിയമങ്ങളോ നടപടികളോ ചെയ്ത് അത്ഭുതത്തിനു വേണ്ടി കുതിക്കേണ്ട. വിശ്വസിക്കുക, യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, പുനരുത്ഥാനം ചെയ്തു, ജീവിക്കുന്നു. വിശ്വസിക്കുക. ബിലീവ്. അപ്പൊ അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് സകലതും നന്മയ്ക്കായി, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹം നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്, സകലത്തിനെയും നിങ്ങൾ നന്മയ്ക്കാക്കി പറ്റും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പല ചോദ്യങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും കണ്ടാക്കും. നിങ്ങളുടെ കുറവുകളുടെയും തെറ്റുകളുടെയും അഴുക്കിന്റെയും അബദ്ധങ്ങളുടെയും കൂമ്പാരമായിരിക്കാം നിങ്ങൾ. ബട്ട് ഗോഡ് ലവ്സ് യു. അതായത് പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നമ്മുടെ ദാവീദിന്റെ ജീവിതാനുഭവം. ശൗല് പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, യാഗം അർപ്പിച്ചു, സമൂവേലന്റെ അങ്കി വലിച്ചു കീറി. അബദ്ധത്തിൽ നടന്ന കാര്യം. ശത്രു സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞു. നല്ല ജലത്തിനെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം കൊന്നു കളഞ്ഞു. അപ്പോഴേ അവിടെ ശൗല് പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിച്ചില്ല. ശൗല് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ, യാഗം അർപ്പിച്ചു, ശത്രു സൈന്യത്തെ പൂർണ്ണമായിട്ട് കൊന്നു കളഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ ശൗല് ചെയ്തു. പക്ഷെ ശൗലിനെ രാജപദവിയിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ശൗല് ചെയ്ത തെറ്റിന്റെയോ ദാവീദ് ചെയ്ത തെറ്റിന്റെയോ വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടാണ്. ദൈവം ശൗലിനെ തള്ളിക്കളഞ്ഞതും ദാവീദിനെ ചേർത്ത് നിർത്തിയതും ഹൃദയം, മനോഭാവം. ദൈവത്തിന് ദാവീദിന്റെ പ്രവർത്തികൾക്കും അപ്പുറമേ ദാവീദ് ആ ഒരു പാപത്തിൽ വീണപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹം. അതുകൊണ്ടാണ് അവിടെ ശൗലിന്റെ അടുക്കൽ വന്ന് ശമൂവേൽ തന്റെ കുറ്റം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിന് എക്സ്ക്യൂസസ് പറഞ്ഞവനായ ശൗൽ. എന്നാൽ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ഒരു ദാവീദിനെ നമ്മൾ കാണുന്നു. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, എന്നിൽ കുറവുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ മടുത്ത്, പ്രാർത്ഥനയിൽ മടുത്ത്, ആരാധനയിൽ മടുത്ത്, ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതം ഒരു പരാജയമെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചതായിരിക്കും. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം ഉണ്ടായിട്ടാണോ? ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ ദൈവത്തോട് ചോദ്യം ചെയ്ത് കാണും.
ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല നല്ല കാര്യങ്ങളും ശുശ്രൂഷകളുടെ കാര്യമായിരിക്കും. ചിലപ്പോൾ ചില ആത്മീക കാര്യങ്ങളിൽ നിങ്ങൾ മുന്നിട്ട് നിന്നത് പല കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ പുറകോട്ട് മാറിക്കാണും. പലതിനോട് നിങ്ങൾക്കൊരു ചോദ്യം ചെയ്യുക, സംശയാസ്പദമായ മനോഭാവത്തോട് നിങ്ങൾ പലതെയും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു, ഇല്ല, ദൈവമുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലാകാത്തതാണ്, ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ കാരണം എന്താന്ന് മനസ്സിലാക്കാത്ത, പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ ഒരു വേദനയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ മനസ്സിനകത്തൊരു വേദന ഉണ്ടെങ്കിലും എനിക്കറിയാം ദൈവം ഇതിനകത്തൊരു നന്മ മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇത് നന്മയ്ക്കായിട്ടാണ്. ഇല്ല, ഇത് ശരിയാവും, നേരെയാകും എന്ന എവിടെയോ ഉള്ളിൽ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്തവരായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ദൈവികമായ കാര്യങ്ങളിൽ പലതിനെയും നിങ്ങൾ ഉപേക്ഷിച്ച് പുറകോട്ട് മാറിപ്പോയവരായിരിക്കാം. ബട്ട് സ്റ്റിൽ ഗോഡ് ലവ്സ് യു. സ്റ്റിൽ ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കും. കർത്താവ് നിങ്ങളെ ആഴമായി സ്നേഹിക്കും. ആഴമായി സ്നേഹിക്കുന്നു. ഒരു സംശയം വേണ്ട, കർത്താവ് നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. ആഴമായി സ്നേഹിക്കുന്നു. മറ്റാരെക്കാളും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് യു. ഗോഡ് ലവ്സ് യു. ഗോഡ് ലവ്സ് യു. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ഒരു ബോധ്യം ഉണ്ടാകട്ടെ, സകലത്തിനെ നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് ദൈവം. സകലതും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംശയങ്ങളുടെ കൂമ്പാരമായിരിക്കാം. വൈ? ചോദ്യങ്ങളുടെ കൂമ്പാരമായിരിക്കാം. ബട്ട് ഗോഡ് ലവ്സ് യു. അതായത് പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ചലഞ്ചസ് ബിലീവേഴ്സിന് എവറി ചലഞ്ചസ് ആർ ചാൻസ് ടു പ്രൂവ് ദംസെൽഫ് ദാറ്റ് ഗോഡ് ലവ്സ് യു. എല്ലാ വെല്ലുവിളികളും ഒരു വിശ്വാസിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട അവസരമാണ്. എന്തിനെന്നറിയോ? ദൈവം അവനെ സ്നേഹിക്കുന്നു, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ ഒരു അവസരമാണ്. എന്നാൽ ഫോർ അൺബിലീവേഴ്സ് എവറി ചാലഞ്ചസ് ആർ ട്രാപ്പ്. അവരോട് വീണുപോകും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ, നമ്മളായിത്തീർന്നിരിക്കുന്ന ചലഞ്ചുകളുടെ മുമ്പിൽ തളരരുത്. എല്ലാ വെല്ലുവിളികളും ഒരു ദൈവ പൈതലിന് അവസരമാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ ഇതുവരെ കേട്ടത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ, ഞാൻ വിശ്വസിച്ചത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ. ഹല്ലേലൂയ. മാത്രമല്ല, അവിടെ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് നീ ഉയർത്തപ്പെടാനായിട്ട് ദാറ്റ് ഈസ് എ ചാൻസ്. അതൊരു അവസരമാണ്. സകല വിശ്വാസികൾക്കും ദൈവ മക്കൾക്കും അത് ജീവിതത്തിലെ വെല്ലുവിളികൾ ഒരു അവസരമാണ്. അപ്പോൾ ഇവിടെ ഒരു ചിന്തിച്ചു നോക്കിക്കേ. എക്സാം, പരീക്ഷ, നമ്മൾ പറയത്തില്ലേ പരീക്ഷ. ചിന്തിച്ചു നോക്കിക്കേ. നല്ലപോലെ ഡ്രൈവിംഗ് പഠിച്ചു, പക്ഷെ ടെസ്റ്റ് പാസ്സാകാത്തടത്തോ ഔദ്യോഗികമായ നിലയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷ എഴുതി, പഠിച്ചു, 10th പരീക്ഷ എഴുതി, പഠിച്ചു, 10th ക്ലാസ് ഫുൾ പഠിച്ചു, കഴിഞ്ഞ 10 മാസം പഠിച്ചു. പക്ഷെ ആ 2 മണിക്കൂർ അല്ലെങ്കിൽ ആ 1 മണിക്കൂർ എക്സാം എഴുതിയില്ലെങ്കിൽ പഠിച്ചത് പ്രയോജനമില്ല. പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങളെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. ആ ടെസ്റ്റ് എഴുതുമ്പോൾ, ആ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. പക്ഷെ എക്സാം എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അല്ല ഈ എക്സാം, നിങ്ങളെ ജയിപ്പിക്കാനായിട്ട്. കാരണം എന്താണെന്നറിയോ? ഇത്രയും നാളും ഈ എക്സാമിന് എന്തൊക്കെ ചോദ്യം വരുമോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ടെസ്റ്റിന് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെവിടെ തോൽപ്പിച്ചു കളയാൻ വേണ്ടിയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ക്രമീകരണം ചെയ്ത് നിങ്ങളെ എന്തിനാ? നിങ്ങളുടെ ഭാവിയാന്നൊക്കെ അല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയും. നിങ്ങൾ സമൂഹത്തിന്റെ ഭാവിയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ജയിപ്പിക്കാനായിട്ടല്ലേ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ ഹല്ലേലൂയ നിങ്ങൾ
ആമേൻ. അനുഭവം കൊണ്ട് ഫേസ് ചെയ്യരുത്. വചനത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. പലരുടെ അനുഭവങ്ങൾ, പലയിടത്തും കേട്ട കേൾവി കഥകളൊക്കെ ഉണ്ടല്ലോ. ആ കഥകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത അനുഭവത്തെ വെല്ലുവിളികളെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. പറഞ്ഞ വചനം, നിങ്ങളോട് പറഞ്ഞ വചനം. യെസ്, ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ് മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എനിക്ക് ബോധ്യമാണ്, എനിക്ക് ഉറപ്പാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാ, എന്നെ തോൽപ്പിക്കത്തില്ല, എന്നെ തകർക്കത്തില്ല. ഇവിടെ എനിക്ക് ജയമായ ഒരു ജീവിതമുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമുണ്ട്, ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കുമെന്നൊരു ബോധ്യം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് തരത്തിലുള്ള അവസ്ഥയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തെ അസാധാരണ അത്ഭുതമാക്കി മാറ്റുന്നത് കർത്താവിന്റെ പ്ലാൻ അറിയപ്പെട്ടു. അതായത് ഒരുവനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ, അവൻ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാനായിട്ട്, അവൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒളിച്ചു വെച്ച്, ഒരു ഐഡിയ ഇല്ല, ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് ചില ടെംപ്റ്റേഷൻ നടത്തുന്നത്. എന്നിട്ട് അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഉപേക്ഷിക്കും, നല്ലത് ചെയ്താൽ അവനെ ചേർത്തുകൊള്ളും. അത് പരീക്ഷണം, അത് പിശാച് ചെയ്യുന്ന കാര്യം. പക്ഷെ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? പരീക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു. അത് എങ്ങനെയാണെന്നറിയാം? ഓൾ ഓഫ് എ സഡൻ വന്ന ഉടനെ പരീക്ഷിച്ചില്ല. അവന്റെ വിശ്വാസ യാത്രയിൽ അവന്റെ കൂടെ നടന്ന് അവനെ ഉറപ്പിച്ചു. അവന്റെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്തു. എങ്ങനെയാണെന്നറിയോ? മരിച്ചതിനെ ഉയർപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള തലത്തിലേക്ക് അബ്രഹാമിന്റെ ഫെയ്ത്തിന്റെ ലെവൽ വളർന്നു കഴിഞ്ഞപ്പോൾ, അതെ, ഹല്ലേലൂയ, അബ്രഹാം ടെസ്റ്റ് പാസ്സാകുമെന്ന് എൻ്റെ കർത്താവിന് ഉറപ്പായിരുന്നു. യെസ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് തെറ്റുപറ്റിയത് ശരിയാണ്. പക്ഷെ ദാവീദിനെ ഒന്ന് നോക്കിക്കേ. അപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് അവൻ വിശ്വസ്തനായിരുന്നു. അവനെ രാജ്യത്തിന്റെ ജനത്തെ മേയ്ക്കുന്നവനായിട്ട് മാറ്റി. സഹോദരങ്ങൾക്ക് അപ്പം കൊണ്ടു കൊടുക്കാനായിട്ട്, ഭക്ഷണം കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞയച്ചപ്പോ വിശ്വസ്തനായിട്ട് അങ്ങോട്ട് ഭക്ഷണമായിട്ട് പോയി. സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം കേട്ടോ. അവിടെ സഹോദരങ്ങൾക്ക് അവനോട് വെറുപ്പാന്നറിയാം, അവനോട് താല്പര്യമില്ലെന്നറിയാം. എന്നിട്ടും അപ്പൻ പറഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരുന്നവനെ പോത്തിഫറിന്റെ വീട്ടിലെ ഭക്ഷണക്കാര്യം നോക്കുന്നവനായിട്ട് കൊണ്ടുവന്നു. അവിടെ ഉള്ളവനെ തടവറയിലെ ഭക്ഷണക്കാര്യം നോക്കുന്നവനായിട്ട് വന്നു. എന്നാൽ പിന്നത്തതിൽ അവൻ രാജ്യങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നവനായിട്ട് യോസഫിനെ മാറ്റി. ആ ചെറിയ കാര്യത്തിൽ വിശ്വസ്തത. നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസ്തരാണോ? ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസ്തരാണോ? ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസ്തരാണോ? എങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് എത്തിച്ചേരുമെന്നത് നിശ്ചയമാണ്. ഇവിടെ നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തില് ശൗല് പലവട്ടം കുന്തം കൊണ്ട് കുത്താൻ ശ്രമിച്ചതാണ്, കൊന്നുകളയാൻ ശ്രമിച്ചത് ദാവീദിനെ. അവിടുന്ന് മരണഭീതിയോടുകൂടെ ഓടിപ്പോയ ദാവീദിനെ പിന്നത്തത് ദൈവം ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എവിടെ ഭയപ്പെട്ടോ, എവിടെ നിന്ന് ഇറങ്ങി ഓടിയോ, അവിടെ ആര് നിൽക്കണമെന്ന്, ആരെഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കുന്ന അധികാരത്തോടെ അതേ കൊട്ടാരത്തിനകത്ത് രാജാവായിട്ട്, അതേ സിംഹാസനത്തിൽ അവനെ രാജാവായിട്ട് കർത്താവ് കൊണ്ടുവന്നിരുത്തിയെങ്കിൽ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. സകലതും നന്മയ്ക്കായി. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഭയപ്പെട്ടത് കൊണ്ടുപോലും നിങ്ങൾക്ക് തിന്മ ഭവിക്കത്തില്ല. അതെ, ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നു നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? അവർ ഭയപ്പെട്ടു. കർത്താവ് അവരുടെ ചെവിയിൽ മന്ത്രിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയന്നാ പോലും. യോബ് ഭയപ്പെട്ടത് തന്നെ യോബിന് ഭവിച്ചു. പക്ഷെ ശിഷ്യന്മാർ ഭയപ്പെട്ടിട്ട് പോലും അവർ വിട്ടുകൊടുത്തില്ല ദൈവം. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ജീസസ്, ദാറ്റ് ഈസ് ലവ്, ദാറ്റ് ഈസ് ലവ്. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട നിങ്ങൾക്ക്, സകലതും നിങ്ങൾക്കും എനിക്കും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഭയമുണ്ടോ?
നിരാശയുണ്ടോ? ഭയപ്പെടണ്ട, തളർന്നു പോകണ്ട, നിരാശപ്പെടേണ്ട. സകലത്തിനെയും നന്മയ്ക്കാക്കി തന്നെ ദൈവം തീർക്കും. യെസ്, ധൈര്യത്തോടെ ആ പേടിച്ചിരിക്കുന്ന മനസ്സ് ഒന്ന് പറഞ്ഞു, നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഭയപ്പെടേണ്ടത്. ദൈവം കൂടുണ്ട്, കർത്താവ് കൂടുണ്ട്, ധൈര്യമായിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ഒന്നിനെ കുറിച്ച് ഭയപ്പെടണം, ധൈര്യത്തോടെ, നല്ല ബോധ്യമുള്ളവരായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവ്, ജീവിതത്തിനകത്ത് കുറ്റബോധവും നിരാശയുമുള്ളവരായിട്ട് ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ അപ്പ, ഞങ്ങളുടെ വലിയ സമാധാനവും സ്വസ്ഥത കൊണ്ടവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണേ. ക്രിസ്തുവേശു മുഖാന്തരമുള്ള സമാധാന ഹൃദയങ്ങളെ തൊടട്ടെ. ക്രിസ്തുവേശു മുഖാന്തരമുള്ള അത്ഭുത സൗഖ്യം ഇപ്പോൾ ആ ശരീരങ്ങളിൽ ഒന്ന് വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ. നാഥ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം അവരിലൊരു അസാധാരണ ദൈവപ്രവൃത്തി ഒന്ന് വെളിപ്പെടട്ടെ. ആ രോഗം സൗഖ്യമാകട്ടെ. ആ രോഗം ഇപ്പോൾ തന്നെ, ആ മാരകമായ രോഗം സൗഖ്യമാകട്ടെ. കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം കർത്താവേ, ആ ശരീരത്തിലേക്ക്, ബലഹീനമായ ശരീരത്തിലേക്ക്, തളർന്നുപോയ ശരീരത്തിലേക്ക്, ആ കരങ്ങളിലേക്ക്, കാലുകളിലേക്ക്, യെസ്, ഇപ്പോൾ തന്നെ നാഥ, ജീവിപ്പിക്കുന്ന അങ്ങയുടെ അത്ഭുതമേറിയ കരം സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. തളർന്നത് അനുഭവം മാറട്ടെ, ചാടി എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ. ആ ശരീരത്തിലേക്ക് കർത്താവിന്റെ ജീവൻ പ്രവഹിക്കട്ടെ. വചനം പറയുന്നത് ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കട്ടെ. കർത്താവ്, ശാരീരികമായി തളർന്നിരിക്കുന്നത് പോലെ തന്നെ കുറ്റബോധമുണ്ട്, ഭയം കൊണ്ട്, ചുറ്റുപാടുകൾ, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, നിയമപരമായി ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, അതാണ്, പല കാരണങ്ങളുമുണ്ട്. ചില നിയമപരമായ വിഷയങ്ങളിൽ കൂടെ പോയി അതിൽ നിമിത്തം ഭയത്തിലായിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഭയത്തിന്റെ വേര് മുറിച്ചു കളയുന്നു. ഭയം മാറട്ടെ. മാത്രമല്ല, അവരെവിടെയാണോ ഭയന്നത്, ദാവീദ് മരണത്തെ ഭയന്നോടി അതേ സ്ഥലത്ത് അവനെ രാജാവാക്കി കൊണ്ടുവന്നിരുത്തിയ പോലെ ആ ഭയന്ന അതേ സ്ഥലത്ത് അവരെ ജയാളികളായി മാറ്റുന്നതിനായിട്ട് നന്ദി. അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. മഹത്വമെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക്, വിളിക്കപ്പെട്ട നിങ്ങൾക്ക്, സകലതും നന്മയ്ക്കാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.